മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി ഇന്ന് അണക്കെട്ടിൽ പരിശോധന നടത്തും. അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് പരിശോധന. ഷട്ടറുകളിലെ തകരാറും അണക്കെട്ടിലെ ചോർച്ചയും യോഗത്തിൽ ചർച്ചയാകും. ജലനിരപ്പ് അടിയന്തരമായി കുറയ്ക്കണമെന്ന് യോഗത്തിൽ കേരളം ആവശ്യപ്പെടും. ജലനിരപ്പ് 137 അടി കവിഞ്ഞതിനെ തുടർന്നാണ് മേൽനോട്ട സമിതി അണക്കെട്ടിൽ പരിശോധന നടത്തുന്നത്. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറി ഇ.കെ. ഭരത്ഭൂഷൺ അണക്കെട്ടിൽ പരിശോധന നടത്തിയിരുന്നു. അടിയന്തരമായി ജലനിരപ്പ് കുറയ്ക്കണമെന്ന് കേരളം തമിഴ്നാടിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്ന് ഇന്നലെ ഉച്ചയോടെ കൊണ്ടുപോകുന്ന ജലത്തിന്റെ അളവ് തമിഴ്നാട് കൂട്ടി. 1754 ഘനഅടി ജലമാണ് തമിഴ്നാട് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ ആശങ്ക പ്രതിനിധികൾ ഇന്ന് മേൽനോട്ട സമിതിയെ അറിയിക്കും. തമിഴ്നാടിന്റെ നടപടി സുപ്രീം കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്നും കേരളം മേൽനോട്ട സമിതിയെ ബോധിപ്പിക്കും. 12, 13 ഷട്ടറുകളുടെ തകരാർ പരിഹരിക്കാതെ ജലനിരപ്പ് ഉയർത്താൻ പാടില്ല. മാത്രവുമല്ല, ബാക്കിയുള്ള 11 ഷട്ടറുകളുടെ തകരാറും കേരളം ചൂണ്ടിക്കാട്ടും. ഈ സാഹചര്യത്തിൽ ജലനിരപ്പ് ഉയർത്തുന്നത് അണക്കെട്ടിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന വാദമാകും കേരളം മുന്നോട്ട് വയ്ക്കുക. രാവിലെ 11 മണിയോടെ തേക്കടിയിലെത്തുന്ന സംഘം അണക്കെട്ട് പരിശോധനയ്ക്ക് ശേഷം കുമളയിൽ യോഗം ചേരും. യോഗത്തിന് ശേഷം എടുക്കുന്ന തീരുമാനങ്ങൾ കേരളത്തെ സംബന്ധിച്ച് നിർണായകമാണ്. ഇതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്. റിപ്പോർട്ടർ, ഇടുക്കി.